ഏതായാലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും സിനിമയിലും ഉണ്ടായിരുന്ന ഒരു വലിയ വിവാദം ഇപ്പോൾ കെട്ടടങ്ങുകയാണ്. തമിഴ്നാട് മുഖ്യമന്ത്രിയും സൂപ്പർ താരവുമൊക്കെയായ വിജയ് അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായുള്ള വിവാഹമോചനത്തിൽ നിന്ന് ഇപ്പോൾ പിന്മാറിയിരിക്കുന്നു. അവർ ആ നീക്കം ഉപേക്ഷിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹമല്ല, ഭാര്യയാണ് ഭാര്യ പിന്മാറിയിരിക്കുന്നത്. സംഗീത അല്ലേ? സംഗീത സംഗീത സ്വർണ്ണലിംഗം. അവർ ശ്രീലങ്കയിൽ ജനിച്ചു വളർന്ന ഒരു ആളാണ്. ശ്രീലങ്കൻ തമിഴ് വംശജരായിരിക്കാം. ശ്രീലങ്കയിൽ ജനിച്ചു വളർന്ന ആളാണെന്ന് തോന്നുന്നു. ഏതായാലും സംഗീത ഹർജി പിൻവലിക്കുകയാണ് എന്ന് കോടതി അറിയിച്ചു. ചെങ്കൽപ്പെട്ട് കുടുംബ കോടതിയെ വിവരം അറിയിച്ചിട്ടുണ്ട്. ഈ നമ്മൾ പക്ഷേ ഇക്കാലത്ത് ഈ വിവാഹവും ഡിവോഴ്സും അത്ര പുതുമയുള്ളൊരു കാര്യമല്ല. നമ്മൾ ഈ പ്രത്യേകിച്ച് സിനിമാ ഫീൽഡിൽ നമ്മളിത് സ്ഥിരം കേൾക്കുന്നൊരു കഥയാണ്. പക്ഷേ ഇവിടെ വിജയിയുടെ കാര്യത്തിൽ വരുമ്പോൾ വിജയ്ക്ക് തമിഴ്നാട്ടിൽ മാത്രമല്ല ആരാധകരുള്ളത്, നമ്മുടെ കേരളത്തിലുണ്ട്, അതുപോലെ ലോകമെമ്പാടും അദ്ദേഹത്തിന് ആരാധകരുണ്ട്. അപ്പം പലരും ഈ വിഷയത്തെ കുറച്ച് ഈ ആരാധകരെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിൽ ഒരു വീഴ്ച സംഭവിക്കുക എന്നുള്ളത് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അപ്പം നമ്മൾ എത്ര വേണമെങ്കിലും പറയാം, നമുക്ക് അത് അദ്ദേഹത്തിന്റെ സ്വകാര്യ കാര്യം എന്ന് പറഞ്ഞാൽ പോലും ആരാധകർക്ക് അതൊരു വിഷമിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ഇപ്പോൾ അതിനോട് ചേർന്ന് നമുക്ക് പറയാവുന്നത്, തമിഴ്നാട് ഇപ്പം അദ്ദേഹം മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോഴായിരുന്നു ഈ ഇത്തരം ഒരു വിവാദം, അതായത് മറ്റൊരു സ്ത്രീയുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ട് എന്നുള്ള തരത്തിലായിരുന്നു വാർത്തകൾ പുറത്തു വന്നു. അതായിരുന്നു ഇത്തരത്തിൽ ഡിവോഴ്സ് ഉന്നയിക്കാനുള്ള ഒരു ആരോപണവും അത് തന്നെയായിരുന്നു. അപ്പം അത് വന്നപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി തുടക്കത്തിൽ തന്നെ കല്ലുകടി എന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങളെത്തി. അപ്പോൾ പിന്നീട് അതിനെയൊക്കെ അതിജീവിച്ച് അദ്ദേഹം മുഖ്യമന്ത്രിയായി ഇപ്പോൾ നല്ല രീതിയിൽ അവിടുത്തെ ഭരണം കൊണ്ടുപോകുന്നു, മികച്ച തീരുമാനങ്ങൾ എടുക്കുന്നു. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹം ഈ ഡിവോഴ്സിനെ നേരിടേണ്ടി വന്നിരുന്നെങ്കിൽ നാളെ ഒരുപക്ഷെ എതിരാളികൾ ചോദിക്കുന്ന ഒരു ചോദ്യം, നാട് നന്നാക്കാൻ ഇറങ്ങി സ്വന്തം ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയില്ലേ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് അവിടെ ഒരു ഉത്തരം പറയാൻ ചിലപ്പോൾ ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. ആദ്യം വീട് നന്നാക്കിയിട്ട് പിന്നെ നാട് നന്നാക്കണം എന്ന് പൊതുവെ നമ്മൾ പറയും. അപ്പോൾ നമ്മൾ എന്തൊക്കെ നേടിയാലും നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ എത്തി നേടി നമുക്ക് സ്വന്തം കുടുംബം ഇല്ലാതായി പോയാലുള്ളൊരു അവസ്ഥ ഭയങ്കരമാണത്. ബൈബിളിൽ പറയുന്നത് പോലെ ഒരുത്തൻ ലോകം മുഴുവൻ നേടിയാലും ആത്മാവിനെ നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം? അതുപോലെയാണ് മൊത്തത്തിൽ പൊതുരംഗത്തുള്ളവരുടെ കുടുംബ പശ്ചാത്തലം എപ്പോഴും നമ്മുടെ നാട്ടിൽ ശ്രദ്ധിക്കും. അവരുടെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ചയുണ്ട്, പ്രത്യേകിച്ച് കുടുംബപരമായ കാര്യങ്ങളിൽ ഇത്തരത്തിലുള്ള ഈ വിവാഹമോചനം അല്ലെങ്കിൽ ഈ ഇങ്ങനെ മറ്റൊരു സ്ത്രീ ബന്ധമുണ്ടെന്നുള്ള ആരോപണങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ അത് നമ്മൾ ആളുകൾ അഴിമതിക്കാരനൊക്കെ ഒരു പരിധി വരെ സഹിക്കുമാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ഈ കുടുംബം തകർന്ന ഓണ പരിപാടികൾ അല്ലെങ്കിൽ ഇത്തരം സ്ത്രീ വിഷയങ്ങളിലൊക്കെ തന്നെ നേതാക്കന്മാർ ചെന്ന് പെട്ടാൽ അത് നമ്മുടെ ഇന്ത്യൻ സമൂഹം പൊതുവെ അതിന് അധികം അംഗീകരിക്കില്ല എന്നുള്ളതൊരു വാസ്തവം. അതുകൊണ്ട് കൂടെ തന്നെയായിരിക്കാം ഒരു പക്ഷേ ഇപ്പോൾ വിജയൻ്റെ അമ്മയൊക്കെ ഇടപെട്ടാണ് ഇക്കാര്യത്തിലൊരു മധ്യസ്ഥ ചർച്ച നടത്തി ബന്ധുക്കളുമായി അവരുടെ സംഗീതയുടെ കുടുംബമായിട്ടൊക്കെ ചർച്ച നടത്തി ഒരു ഒത്തുതീർപ്പ് ഉണ്ടായെന്നാണ് പറയപ്പെടുന്നത്. ചിലപ്പോൾ മക്കൾ വലുതായല്ലോ, കുട്ടികളൊക്കെ മുതിർന്ന കുട്ടികളായല്ലോ. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ സംസ്ഥാന മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ വിജയ് ഒരു കുഴപ്പമില്ലാത്ത കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചില്ലറ അബദ്ധങ്ങൾ പറ്റിയെങ്കിൽ ഒഴിച്ചാൽ അതെല്ലാം പരിഹരിച്ചുകൊണ്ട് തരക്കേടില്ലാത്തൊരു ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. തൻ്റെ മന്ത്രിസഭ രൂപീകരിച്ച് 2 മാസമായിട്ടുള്ളൂ. പക്ഷേ അപ്പോഴും അദ്ദേഹം മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കാൻ പോവുകയാണ്. തൻ്റെ മന്ത്രിസഭയിൽ ഈ പോക്സോ കേസിൽ പ്രതിയായിട്ടുള്ള ഒരു മന്ത്രിയുണ്ട്, അതുപോലെ ലഹരി ഉപയോഗിച്ച മന്ത്രി, അതുപോലെ വേറെ പലരും ഭീഷണിപ്പെടുത്തിയ മന്ത്രി, ഇവരൊക്കെ മാറ്റാൻ പോവുകയാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നല്ലൊരു ഇമേജുമായി മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ അപ്പോൾ ഇങ്ങനെയൊക്കെ കൂടെ ഉള്ളവരെല്ലാം ഈ അവരെ കുറ്റങ്ങൾ കണ്ട് ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോൾ താൻ മാത്രം ഒരു കുറ്റാരോപിതനായി നിൽക്കേണ്ടി വരുമോ എന്നുള്ളൊരു ഭയം അദ്ദേഹത്തിനുണ്ടായിരിക്കുക. കുടുംബ കോടതിയിൽ എത്തുമ്പോൾ കാര്യം അറിയാമല്ലോ. പിന്നീട് അങ്ങോട്ട് ഇതിൻ്റെ വിചാരണയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പലപ്പോഴും അത് ഇതൊക്കെ യഥാർത്ഥം എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യങ്ങൾ കോടതിയിൽ വെളിപ്പെടും. ഒരു സത്യമാണ്. ഒരു കുടുംബത്തിലുണ്ടായ തകർച്ചയുടെ കാരണങ്ങളും അല്ലെങ്കിൽ ഇദ്ദേഹം ഭാര്യ എന്തെങ്കിലും മർദ്ദിച്ചിട്ടുണ്ടോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെളി വന്നു കഴിഞ്ഞാൽ അതിൽ മാനക്കേടാണ്. മാത്രമല്ല അത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ആരാധകർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല. ഒരു പക്ഷേ നാളെ അത് ഈ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കെതിരെ മറ്റൊരു തരത്തിൽ സൈബർ ആക്രമണം അല്ലെങ്കിൽ അത്തരത്തിൽ അവർക്കെതിരെ ആരാധകർ തിരിയുന്ന ഒരു ഘട്ടത്തിലേക്കും വേണമെങ്കിൽ കാര്യങ്ങൾ എത്തിയേക്കാം. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട തമിഴ്നാട്ടിൽ രജനീകാന്തിൻ്റെ കാര്യമാണ്. രജനീകാന്തിന് അദ്ദേഹം ഒരു കല്യാണം കഴിച്ചിട്ടുള്ളൂ, ലത എന്ന് പറഞ്ഞുള്ള തമിഴിലെ പ്രമുഖനായ നടൻ ജി മഹേന്ദ്രൻ്റെ സഹോദരിയാണ് ഈ ലത എന്ന് പറഞ്ഞ മാധ്യമപ്രവർത്തകയായിരുന്ന ഒരാളാണ്. പക്ഷേ നമ്മളൊരു കാര്യം നോക്ക്, അദ്ദേഹം ഇന്നും സന്തുഷ്ട കുടുംബജീവിതം നയിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യത്തിനും ഭാര്യ കൂടെയുണ്ട്. അതൊരു മാതൃകയാണ്. ഇതിനെയാന്ത് എല്ലാ ചടങ്ങിനും എല്ലായിടത്തും വരുമ്പോഴും ഭാര്യ കൂടെ കാണും. അത് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുന്ന കാര്യമായിരിക്കും എനിക്ക് ഇപ്പോഴും തോന്നുന്നത്. ആ കുടുംബജീവിതം നന്നായി മുന്നോട്ട് പോകും. അദ്ദേഹത്തിൻ്റെ പേരിൽ അങ്ങനെ വേറെ ഇത്തരത്തിലുള്ള ഈ അവിധ കഥകൾ അങ്ങനെയൊന്നും ആരോപണങ്ങളൊന്നും വന്നിട്ടുള്ള ഒരാളല്ല. ഈ നമ്മൾ കുടുംബജീവിതം നയിക്കുക, നല്ലൊരു കുടുംബജീവിതം നയിക്കുക എന്നുള്ളത്
അത് ഒരു പൊതുരംഗത്ത് നിൽക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതല്ലെങ്കിൽ വളരെ പെട്ടെന്ന് നമ്മൾ ജനങ്ങൾക്ക് മുന്നിൽ മോശക്കാരാണ്. അതെ, കാരണം നമ്മുടെ നാട് അതിന് മാത്രം നമ്മൾ ഈ വിദേശ രാജ്യങ്ങൾക്ക് അത്രയും പുരോഗമിച്ചിട്ടില്ല. നമ്മളെ ആളുകളും പുരോഗമിച്ചിട്ടില്ല, ആളുകളുടെ മനസ്സും പുരോഗമിച്ചിട്ടില്ല. അത്തരത്തിൽ നമ്മുടെ ഒരു സംസ്കാരം തന്നെ വേറെയാണ്. അതിനാൽ തന്നെ ഈ പറയുന്നത് ഒരു ഇവിടുത്തെ ആളുകളുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകം തന്നെയാണ്. അല്ല, മാത്രമല്ല എപ്പോഴും ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ ഒരു രീതിയാണ്. നമ്മൾ ഫാമിലിക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്നവരാണ് നമ്മൾ. വിദേശങ്ങളിലൊക്കെ തന്നെ 18 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ മക്കളെ മാർഗം നോക്കി പോയിക്കൊള്ളണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡുള്ള. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഇങ്ങനെ എല്ലായ്പ്പോഴും കുടുംബത്തെ ചേർത്ത് പിടിക്കുന്ന ഒരു രീതിയാണ് നമുക്ക് ഉള്ളത്. അത് ഏതായാലും വിജയ് അക്കാര്യത്തിൽ അദ്ദേഹം ഒരു പക്ഷേ ആലോചിച്ചപ്പോൾ അദ്ദേഹത്തിന് തോന്നിക്കാണും ശരിയാണല്ലോ, അബദ്ധമാണല്ലോ. കാര്യം കാരണം ഈ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ച് അദ്ദേഹം ചിന്തിക്കണം. സിനിമ അദ്ദേഹം ഏതാണ്ട് ഓൾമോസ്റ്റ് വിട്ട പോലെയാണ് അദ്ദേഹം ഇപ്പോൾ രാഷ്ട്രീയം നിൽക്കുന്നത്. പുതിയ സിനിമയൊന്നും അദ്ദേഹം ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു, ഇനിയില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം രീതി. അപ്പോൾ അങ്ങനെ അനുസരിച്ചാണെങ്കിൽ ചെറുപ്പമാണ്, അദ്ദേഹം വളരെ മിടുക്കനാണ്, നല്ലൊരു ടീം കൂടെ ഉണ്ട്, വളരെ മിടുക്കന്മാർ അദ്ദേഹം അഡ്വൈസേഴ്സായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വേണമെങ്കിൽ 1-2 ടൈം കൂടി അദ്ദേഹത്തിന് വേണ്ടി തമിഴ്നാട് മുഖ്യമന്ത്രി ആവാൻ പറ്റിയ ഒരു അവസരം ഒരുക്കുക എന്നുള്ളതാണ് ഇപ്പോഴേ തന്നെ വിജയ് ലക്ഷ്യമിടുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ തൻ്റെ കുടുംബജീവിതത്തിലെ ഈ അവസരങ്ങൾ അത് വലിയ തോതിൽ തനിക്ക് ദോഷം ചെയ്യുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇതിനൊരു മുൻകൈ എടുത്തത്. നമുക്കറിയാം മലയാള സിനിമയിൽ ഒരു കാലത്ത് ഇങ്ങനെ ഒരുപാട് സിനിമാ താരങ്ങൾ കല്യാണം കഴിച്ചിട്ട് പിന്നെ അവരെല്ലാം പിരിഞ്ഞു പോയൊരു കഥയുണ്ട് നമുക്ക്. ഇപ്പോൾ ജയഭാരതി സത്താർ, രവികുമാർ സുമിത്ര, അതുപോലെ എടുക്കുകയാണെങ്കിൽ വലിയ നീണ്ട ലിസ്റ്റ്. മോഹൻ ലക്ഷ്മി, കഴിഞ്ഞ ദിവസം നമ്മളിപ്പോൾ ആരോഗ്യസ്ഥിതി മോശമായ മോഹൻ ശർമ്മ, അദ്ദേഹം ലക്ഷ്മി, ഇങ്ങനെ ഒരുപാട് പേര് ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഈ തന്നെ സിനിമയിൽ തന്നെ അവർ പരിചയപ്പെട്ട് നായകനായിരുന്നു, കല്യാണം പ്രണയിച്ച് വിവാഹം കഴിക്കുകയും പിന്നീട് അവർ പിരിയുകയും ചെയ്ത ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇന്ത്യൻ സിനിമയിൽ ഇതൊന്നും ഒരു പുതുമയുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ അവരാരും തന്നെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ടില്ല എന്നുള്ള കാര്യം നമ്മളിപ്പോഴും ഓർക്കണം. രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ സിനിമക്കാർക്ക് സിനിമ ഒരു കലാകാരനല്ലേ എന്നൊക്കെ പറഞ്ഞ ആൾ പുറത്തൊക്കെ ക്ഷമിക്കും. പക്ഷേ നമ്മളൊരു ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരാൾ അങ്ങനെ ആകരുത് എന്ന്. മാത്രമല്ല തമിഴ്നാട്ടിൽ മറ്റെന്തിനേക്കാൾ വൈകാരികമായ വിഷയങ്ങൾക്ക് അവിടെ വലിയ പ്രാധാന്യമുണ്ട്. ഇത്രയും വൈകാരികമായി പ്രതികരിക്കുന്ന ജനത ഇന്ത്യയിൽ മറ്റുണ്ടോ സംശയം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പം അണ്ണാദുരയും അല്ലെങ്കിൽ എം ജി ആറൊക്കെ മരിച്ചപ്പോൾ ആത്മഹത്യ ചെയ്യാൻ തയ്യാറായ ജനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വിജയ് അദ്ദേഹത്തിൻ്റെ ഉപദേഷ്ടാക്കളെ നടത്തിയ ചർച്ചകളിലൊക്കെ മനസ്സിലാക്കി കാണുമായിരിക്കും ഇത് ഇങ്ങനെ കൊണ്ടുപോകുന്നത് അദ്ദേഹത്തിന് അപകടം ചെയ്യും. വിജയനെക്കുറിച്ച് കേട്ടത് അദ്ദേഹം എല്ലാ കാര്യത്തിനും അതിവിദഗ്ധരായ ആളുകളുടെ ഉപദേശം തേടിയാണ് മുന്നോട്ട് പോകുന്നതെന്നാണ്. അത് ശരിയായിരിക്കും. കാരണം അദ്ദേഹം രാഷ്ട്രീയത്തിൽ തുറക്കക്കാരനാണ്. അദ്ദേഹം നേരത്തെ മന്ത്രി, MLA, പഞ്ചായത്ത് മെമ്പർ ഒന്നും ആയിരുന്നിട്ടുള്ള ആളുമല്ല. അങ്ങനെയുള്ള ഒരാൾ ഒരു സംസ്ഥാനം ഭരിക്കാൻ ഇറങ്ങുമ്പോൾ അത് മുഖ്യമന്ത്രിയായിട്ട് തന്നെ വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഏറ്റവും നല്ല ഉപദേഷ്ടാക്കളെ വെച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതുപോലെ പ്രത്യേകിച്ച് ഈ രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹം ഇറങ്ങിയ ആ ഘട്ടത്തിൽ തുടക്കത്തിൽ അദ്ദേഹം ഈ ഒരു വിവാദം അദ്ദേഹത്തിന് രാഷ്ട്രീയ എതിരാളികൾ വലിയ രീതിയിൽ തന്നെ അദ്ദേഹത്തിനെ നെഗറ്റീവ് ഇതിലേക്ക് എത്തിക്കാൻ വേണ്ടി വലിയ രീതിയിൽ ഉപയോഗിച്ചിരുന്നു. പക്ഷേ പിന്നീട് അതിലേക്ക് ചർച്ചകൾ എത്താതെ പോയത് കൊണ്ട് അത് അദ്ദേഹത്തിന് വലിയ രീതിയിൽ ദോഷം ചെയ്തില്ല. പക്ഷേ നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഒരു പക്ഷേ ഇത് മുന്നോട്ട് പോയിരുന്ന അതിനെ നേരിടേണ്ടി വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ അതിന് രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്ന തരത്തിലേക്ക് അത് മാറിയേനേമായിരുന്നു. അതെ, രാഷ്ട്രീയത്തെ ബാധിക്കുക തന്നെ ചെയ്യും. തമിഴ്നാട്ടിൽ ഇപ്പോൾ പല നേതാക്കന്മാരും ഒന്നിലധികം വിവാഹം കഴിച്ചവരുണ്ട്. ഇപ്പോൾ MGR, പക്ഷേ അദ്ദേഹത്തിന് ആദ്യം 2 ഭാര്യ മരിച്ചപ്പോഴാണ് VN ജാനകി പിന്നെ അദ്ദേഹം കല്യാണം കഴിച്ചത്. അവർ ആദ്യത്തെ 2 ഭാര്യമാരും സിനിമാ താരങ്ങളും ആയിരുന്നില്ല. VN ജാനകി സിനിമാ താരമായിരുന്നു. കരുണാനിധി അദ്ദേഹത്തിന് 1-ലധികം ഭാര്യമാരുണ്ടായിരുന്നതാണ്. പക്ഷേ അതൊക്കെ ജനങ്ങൾ അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം അത് ഒരാളെ ഉപേക്ഷിച്ചിട്ടോ ഇത് ഡൈവേഴ്സ് ചെയ്തിട്ടോ ഒന്നും അല്ല അങ്ങനെയൊക്കെ അവർ ചെയ്തിട്ടുള്ളത്. തമിഴ്നാട്ടിൽ ഈ ഇതൊരു സംവിധാനമാകാം, അല്ല സാമ്പത്തിക സ്ഥിതിയൊക്കെ ഉള്ള ആളൊക്കെ 1-ലധികം ഭാര്യമാരുള്ളത് നമ്മൾ ഒരുപാട് പേരിൽ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ പ്രധാനപ്പെട്ട തമിഴിൽ അറിയപ്പെടുന്നവരൊക്കെ തന്നെ അവരെയൊക്കെ ഏകപത്നി വ്രതക്കാരാണ് എപ്പോഴും. അങ്ങനെ ഇപ്പോൾ നമ്മളെ ശിവകുമാർ എന്ന നടനുണ്ട്, അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ വലിയ താരങ്ങളാണ് തമിഴിൽ. അവരൊക്കെ ഒരു ശിവാജി ഗണേശൻ, അവർ ഭയങ്കര കുടുംബക്കാരാണ്. കുടുംബത്തിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അത് അവരുടെ അപ്പോൾ ആളുകൾക്ക് അവരെക്കുറിച്ചുള്ള അതേക്കുറിച്ചുള്ള ഒരു വീക്ഷണത്തിൽ തന്നെ ആ ഒരു റെസ്പെക്റ്റ് എപ്പോഴും കാണും. കുടുംബത്തിനെ നോക്കി നടന്ന ആളാണ്. അതുപോലെ അത് കമലഹാസൻ 1-ലധികം വിവാഹം കഴിച്ചിട്ടുണ്ടെന്നുള്ളത് പലപ്പോഴും അദ്ദേഹത്തിന് ഒരു കുരിശായി മാറിയിട്ടുണ്ട്. വേറെ സ്ത്രീ കല്യാണം കഴിക്കുന്നു, പിന്നെ ഒന്ന് കഴിക്കുന്നു, അങ്ങനെയൊക്കെ പറയുമ്പോൾ അത് വ്യക്തിപരം അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്, അദ്ദേഹത്തിൻ്റെ ഇഷ്ടമാണ്, അതിൽ കാര്യമൊന്നുമില്ല. ഒരുപക്ഷെ കമലഹാസൻ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയപ്പോൾ പോലും ഒക്കെ തന്നെ അത് വലിയ തോതിൽ അന്ന് അദ്ദേഹത്തിനെതിരെ പ്രചരണത്തിന് ഉപയോഗിച്ചിരുന്നു, ഈ അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതത്തിലെ ഈ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ തന്നെ. അപ്പോൾ വിജയ് എന്നാലും മുഖ്യമന്ത്രിയാണ്, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുടുംബക്കാരിൽ ഇടപെട്ട വിജയന് കാര്യം മനസ്സിലായി കാണും ഇത് അബദ്ധമാണ്. എന്തായാലും അവരുടെ വിവാഹ വാർഷിക ദിനം ഈ മാസം 27 ഒന്നിച്ചേക്കാമെന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അങ്ങനെ ആയിരിക്കാം. എന്തായാലും ഈ തമിഴ് രീതിയൊക്കെ ആകുമ്പോൾ അവർ വളരെ സസ്പെൻസായിട്ട് എന്തെങ്കിലും വളരെ ജനങ്ങളെ വളരെ ത്രില്ലടിപ്പിക്കുന്ന രീതിയിലൊക്കെ ആരാധകർക്കും കൂടെ സന്തോഷം പകരുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരു
സംഭവമായിട്ട് വരും. ഇപ്പം അതിൻ്റെ മക്കളൊക്കെ തന്നെ ഇപ്പം അദ്ദേഹത്തെ വളരെ അനുകൂലിച്ച് രംഗത്തെത്തിയിട്ടുണ്ടല്ലോ. ആരാധകരെ തന്നെയാണ് വിജയുടെ ശക്തി എന്ന് ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ പറയുന്നത്. അപ്പം ആരാധകർ എതിരായി കഴിഞ്ഞാൽ അത് അദ്ദേഹത്തെ വളരെയധികം ബാധിക്കാനും ഇടയുണ്ടായിന്. അപ്പോൾ ഏതായാലും നല്ലത് വരട്ടെ. നമുക്ക് ആരും എല്ലാവരും കുടുംബത്തോടെ സന്തോഷമായി ജീവിക്കുന്നതാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ട് വിജയൻ്റെ ജീവിതത്തിലും അങ്ങനെ തന്നെ വരട്ടെ. കാരണം അദ്ദേഹം വലിയൊരു പദവി ഇപ്പം നേടിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അദ്ദേഹത്തിന് അത് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ തന്നെ ശക്തമായൊരു കുടുംബം നമ്മുടെ പിന്നിലുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യവും ചെയ്യാൻ നമുക്കതൊരു ഒരു ബലമാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് ഏതായാലും അങ്ങനെയാണെങ്കിൽ സംഭവിക്കട്ടെ, നല്ലത് വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.